അതെ, ഇന്ന് നമുക്ക് കൂന്തൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ കൂന്തളാണ് കേട്ടാ. ഇവനൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം കേട്ടാ. നല്ല അടിപൊളി ഒരു റോസ്റ്റാണ്. അത് ആരും ചെയ്തു നോക്കണം, നല്ല രുചിയാണേ. അപ്പൊ അതേ നല്ല സുന്ദരന്മാരാക്കിയിട്ട് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കൂന്തളിനെ. അപ്പൊ അതേ ഞാൻ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൊത്തിയരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം പൊടിയായ അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയിട്ട് ഒരു മുക്കാൽ ഭാഗം വഴന്ന് വരുമ്പോഴേക്കും അതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിന് നിറയെ വെള്ളം വരും കേട്ടോ അതിൽ നിന്ന്. അപ്പം അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ ഒന്ന് കൂന്തൽ വെന്ത് വരണമല്ലോ. ഞാൻ സാധാരണ കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അതേ കൂന്തളൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഒരുവിധമൊക്കെ ഇതായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയും ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും ഒരു തക്കാളി മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതൊഴിച്ചു കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഇതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിക്കണേ. എന്നിട്ട് അത് നല്ലപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ എന്താ രുചി എന്നറിയാം ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. അത്രക്ക് രുചിയാണ് കേട്ടാ. അപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.